നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ 2024 8-ാം തീയതിയാണ്. നമ്മളപ്പോൾ 2024 വളം ചെയ്യൽ പരിപാടികൾ തുടങ്ങുകയാണ്. ജാതിക്ക് നമ്മുടെ ജാതികൾ അത്യാവശ്യം കുറേ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും പുതിയ കായകളൊക്കെ ചെറിയ കായകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും ആവുന്ന കായകളാണ്. മെയ് ജൂണൊക്കെ ആകുമ്പോഴേക്കും. ഇതൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു മാസം 1.5 മാസത്തിനുള്ളിൽ ഇതൊക്കെ മൂത്ത് പറിക്കാറാവും. അവിടെയൊക്കെ ആ സൈഡിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വലിയ കായ്കളാണ്. അത് കഴിഞ്ഞ ജൂൺ ജൂലൈയിലൊക്കെ പൂത്ത് ഉണ്ടായിരിക്കുന്നതാണ്. കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. കാരണം അതിശക്തമായ മഴയും കാര്യങ്ങളൊക്കെ കാരണം കുറേ കൊഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇപ്പോൾ 2024 ആദ്യത്തെ വളം ചെയ്യലാണ് പരിപാടി തുടങ്ങുന്നത്. ഫസ്റ്റ് നമ്മൾ ജൈവവളത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ പുല്ലൊക്കെ ചെത്തി മാറ്റുകയാണ്. പുല്ല് കയറിയതൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. പുല്ല് ചെത്തിയതിന് ശേഷമാണ് നമുക്ക് വളം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പുല്ല് വളം കൊണ്ടുപോകും. അപ്പോൾ നന്നായിട്ട് പുല്ല് ഈ തടത്തിലേക്ക് കയറിയിട്ടുള്ള എല്ലാ പുല്ലും ചെത്തി മാറ്റുകയാണ്. ഈ സൈഡൊക്കെ ചെത്തിക്കഴിഞ്ഞു. ഇവിടെയൊക്കെ ചെത്തിയേണ്ടതാണ്. നമ്മൾ ജാതിക്ക് വളം ഇടാനായിട്ടുള്ളത് നമ്മളുടെ വളം പൊട്ടിച്ചതാണിത്. ശരിക്കും ഇതിൽ ഒരു ബിരിയാണി ചെമ്പ് പോലെ ദം ബിരിയാണി സെറ്റ് ചെയ്ത പോലെയാണ് നമ്മൾ വച്ചിരുന്നത്. ഇതിൽ ചവറുകൾ, അതുപോലെ പച്ചക്കറി വേസ്റ്റ്, നമ്മളുടെ കോഴിവളം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മൂടി ഇട്ടിരുന്നതാണ്. ആ വളമാണ് നമ്മൾ ഇപ്പോൾ ജാതിക്ക് ഒക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് നല്ല മിക്സായി ഈ ഇലകളൊക്കെ ശരിക്കും പൊടിഞ്ഞു. ഇനി നമ്മൾ ഇത് വലിയ ജാതികൾക്ക്, അതായത് ആ നിൽക്കുന്ന ടൈപ്പ് വലിയ ജാതികൾക്ക് വന്നിട്ട് ഒരു 3 കൊട്ട, ആ ചേട്ടൻ എടുക്കുന്ന ആ കൊട്ടയുടെ അതുപോലെ 3 കൊട്ട, ഏകദേശം ഒരു 15 കിലോ ആണ് വലിയ ജാതികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ വലിയ ജാതികൾക്കൊക്കെ ഇപ്പോൾ 3 കൊട്ട പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് വിടർത്തി ഇടുക, ഇതുപോലെ സ്പ്രെഡാക്കി ഇടുക. ഇതിപ്പോൾ ജാനുവരിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ മെയ് മാസത്തിൽ ചെയ്യും, മെയ് പകുതിയോടുകൂടി. അതുപോലെ അതിന് ശേഷം ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസങ്ങളിലും ചെയ്യും ഈ വളങ്ങൾ. ഈ വളത്തിൻ്റെ അളവിൽ വ്യത്യാസമില്ല. 3 പ്രാവശ്യവും സെയിം വളമാണ് ചെയ്യുന്നത്. അതുപോലെ കുമ്മായി ഇടുന്നത് നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിൽ ഒരു പ്രാവശ്യം, വർഷത്തിലൊരു പ്രാവശ്യമാണ് കുമ്മായി ഇടുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം കുമ്മായി ഇട്ടിട്ടില്ല. വർഷത്തിലൊരു പ്രാവശ്യം ഇടുക. അതിനുശേഷം ഇനി അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ ഇട്ട് കൊടുക്കുക. അത് 1/2 കിലോ വെച്ച് ഒരു മരത്തിന് വരാൻ കണക്കിന് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മളുടെ 3.5 വർഷമായ ജാതിയാണ്. നമ്മളുടെ എംപറർ ജാതിയാണ്. അപ്പോൾ അതിന് വന്നിട്ട് നമ്മൾ ഒരു 10 കിലോ, ഇപ്പോൾ ഇതുപോലെ ഈ ചെരുവത്തിന് ഒരു 2 ചെരുവാണ് ഇട്ട് കൊടുക്കുന്നത്. 10 കിലോ ഒരു ടൈം, ഇപ്പോൾ ജാനുവരി മാസം, അതുപോലെ തന്നെ മറ്റ് 2 ടൈമിൽ, അതായത് മെയ് പകുതിയോടുകൂടി ഇതേ അളവിൽ തന്നെ, പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ അതും ഈ അളവിൽ തന്നെ ജൈവവളം നമ്മൾ ചെയ്തു കൊടുക്കും. ചെറിയ ജാതികളൊക്കെ വരുമ്പോൾ കുമ്മായൊക്കെ ഈ പറഞ്ഞ കൂട്ട് 1/2 കിലോയൊന്നും കൊടുക്കണ്ട. ഒരു 200-250 ഗ്രാമൊക്കെ ഒരു 3.5 വർഷം 4 വർഷമായിട്ടുള്ള തൈകൾക്കൊക്കെ കൊടുത്താൽ മതി. അതുപോലെ ഒരു വർഷമൊക്കെ ആയിട്ട് തന്നെ ഒരു 2 പിടി, ഒരു 100-150 ഗ്രാം മാക്സിമം കൊടുക്കുക. കമ്പോസ്റ്റ് വളം ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റെറാമിലും വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇതാണ് സ്റ്റെറാമിൽ 1 കിലോയും, വലിയ ജാതികൾക്ക് വേപ്പിൻ പിണ്ണാക്കും 1 കിലോ വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജാതികൾക്ക് അത് ഒരു 1/4 കിലോ വെച്ച് സ്റ്റെറാമിലും, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് 1/2 കിലോ വെച്ച് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ ജാതികളുടെയും അടിയിൽ ഈ നമ്മളുടെ കമ്പോസ്റ്റ് വളം, കോഴിവളമൊക്കെ മിക്സ് ചെയ്ത് ഇട്ടതിന് ശേഷം വിതറി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലാണ് നമ്മളുടെ വേപ്പിൻ പിണ്ണാക്ക്,
ഇട്ട് കൊടുക്കുന്നു. ജൈവവളമാണ് ഇപ്പോൾ ഫസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 3.5-4 വർഷമായ ജാതികൾക്കൊക്കെ നമുക്ക് ഈ സ്റ്റെറാമിയിൽ ഒരു 1/2 കിലോ വെച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ വേപ്പിൻ പിണ്ണാക്കും 1/2 കിലോ വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കായ കൂടുതലുള്ള ജാതി തൈകൾക്ക് ഒക്കെ നമ്മൾ ഇവിടെ കുറച്ച് മുയലൊക്കെ ഉണ്ട്. അപ്പോൾ മുയലിൻ്റെ കുറച്ച് കാഷ്ടമുണ്ട്. അപ്പോൾ അത് ഒരു 1/2 ബക്കറ്റ് വെച്ച് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുയൽക്കാട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. എല്ലാ വളങ്ങളുടെ മുകളിൽ എക്സ്ട്രാ ബോൺവിറ്റ ആയിട്ടാണ് കൊടുക്കുന്നത് കായ കൂടുതലുണ്ടായ തൈകൾക്ക്. നമ്മളുടെ ചെറിയ ജാതികളാണിതെല്ലാം. ചെറിയ ജാതികളുടെ വളം ഇടയിൽ പരിപാടി എല്ലാം ഇന്നത്തോടു കൂടി കഴിയും. ജൈവവളമാണ് ഇപ്പോൾ കഴിയുന്നത്. പിന്നെ ഇനി ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വേണം രാസവളങ്ങൾ ചെറിയ തോതിൽ ചെയ്തു കൊടുക്കാനായിട്ട്. ഇത് എംപറർ ജാതി നിറച്ച് കായ്ച്ചിരിക്കുന്ന ജാതിയാണ്. കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. ബാലൻസ് ആണെങ്കിൽ തന്നെ ഒരുപാടുണ്ട് കായ. KU പൂത്തുറ കായകളൊക്കെ വലുതായി തുടങ്ങി. ജാതിക്ക് വളം ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ നല്ല നല്ല വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.